പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 33. പടികൾ ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ടതും അമ്മച്ചി കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അത്രയും ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. എപ്പോഴും ഉള്ളതിനേക്കാൾ ഒരു മാറ്റം അവൾക്കുണ്ടെന്ന് അമ്മച്ചിക്ക് തോന്നി. അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് നോക്കി. എന്താ അമ്മച്ചി ഇങ്ങനെ നോക്കുന്നത്? അവൾ ചോദിച്ചു. ഇത്രയും ഒരുങ്ങി എൻ്റെ മോളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ എൻ്റെ കൊച്ചിനെ കാണാൻ. എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ പെൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത് കാണാൻ. ഇന്ന് അമ്മച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മോൾ ഒരുങ്ങിയിരിക്കുന്നത്. എന്നും ഇതുപോലെ ഒരുങ്ങി നടക്കണം എൻ്റെ സണ്ണിയുടെ ഭാര്യ. അമ്മച്ചി പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു. അപ്പോഴാണ് ചേട്ടത്തിയും അങ്ങോട്ട് വന്നത്. ചേട്ടത്തിയും അവളെ കണ്ട് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു. ശരിയാ അമ്മച്ചി പറഞ്ഞത്, നല്ല സുന്ദരിയായിട്ടുണ്ട് ഞങ്ങളുടെ ഗൗരിക്കൊച്ചിനെ കാണാൻ. അല്ല, സണ്ണിക്കുഞ്ഞ് കണ്ടില്ലേ? ചേട്ടത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ നാണത്തോടെ ഇല്ല എന്ന് തല കുലുക്കി. അതാ വേഗം വന്നതല്ലേ? ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. ആ കാട്ടാളൻ എങ്ങാനും എഴുന്നേറ്റ് വന്ന ഈ കോലത്തി അവൻ്റെ പെണ്ണിനെ കണ്ടാൽ പിന്നെ ഈ കൊച്ചിനെ അവൻ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആദ്യം അമ്പലത്തിലേക്കാണ് ഗൗരിയെ കൊണ്ടുപോയത്. അമ്പലത്തിൽ ഗൗരിയെ ഇറക്കിയിട്ട് അമ്മച്ചി പുറത്ത് കാത്തുനിന്നു. ഗൗരി വേഗം തന്നെ ദേവീനടയിൽ നിന്ന് തൊഴുതു. ഇത്രയും നാളും മനസ്സിൽ സങ്കടമായി കിടന്ന നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മോനെ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു ഗൗരിക്ക്. ആ സന്തോഷം അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരായി പുറത്തേക്ക് വന്നു. ജീവിതവും ജീവനും തനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. തൻ്റെ ശരീരത്തിൻ്റെ പാതിയായവൻ്റെ കൂടെ, തൻ്റെ 2 മക്കളുടെയും അച്ഛനായ സണ്ണിയുടെ കൂടെ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. പിന്നീട് വേഗം അവൾ പുറത്തേക്ക് വന്നു. അവിടെ നിന്ന് അമ്മച്ചിയും ഗൗരിയും കൂടി പള്ളിയിലേക്കാണ് പോയത്. പള്ളിയിൽ അമ്മച്ചിയുടെ കൂടെ ഗൗരി നിൽക്കുമ്പോഴും അവിടെയുള്ള സ്ത്രീകളുടെ കണ്ണ് മുഴുവനും ഗൗരിയിലായിരുന്നു. കണ്ണുകളടച്ച് തിരുരൂപത്തിൽ നോക്കി നിൽക്കുന്ന ഗൗരി അത് കണ്ടില്ലെങ്കിലും അമ്മച്ചി അത് കാണുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പള്ളിയിലെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അമ്മച്ചി ഗൗരിയും കൊണ്ട് സണ്ണിയുടെ അപ്പച്ചൻ്റെ കല്ലറയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അപ്പച്ചൻ്റെ കല്ലറയിൽ നോക്കി അമ്മച്ചി മൗനമായി പ്രാർത്ഥിച്ചു. ഇപ്പോൾ അമ്മച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമായിരുന്നു അവൾക്ക്. അവളും അപ്പച്ചൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. കണ്ടിട്ടില്ലെങ്കിലും തന്നെ കാണാൻ ആഗ്രഹിച്ച അപ്പച്ചനാണ്. തൻ്റെ 2 മക്കളുടെയും വല്യപ്പച്ചനാണ്. ഒന്ന് കാണാനോ ആ സ്നേഹം അനുഭവിക്കാനോ പറ്റാതെ പോയതിൽ ഗൗരിക്കും വല്ലാത്ത സങ്കടം തോന്നുന്നു. ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മച്ചി അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ കണ്ടു റോസ്മേരിയുടെ അപ്പച്ചനെയും അവളുടെ ചേച്ചിയെയും അവളുടെ സഹോദരന്മാരുടെ ഭാര്യമാരെയും. അമ്മച്ചിയുടെ മുഖത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്ന ശാന്തത മാറി. അവിടെ ദേഷ്യം വരുന്നത് ഗൗരി കണ്ടു. ഒന്ന് നിന്നെ റോസി എന്ന് പറഞ്ഞ് റോസ്മേരിയുടെ അമ്മച്ചി ഗൗരിയുടെയും അമ്മച്ചിയുടെയും അടുത്തേക്ക് വന്നു. എൻ്റെ മോളെ നീ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണോ അല്ലേ? അവർ ചോദിച്ചതും അവരുടെ മുന്നിൽ വന്ന് നിന്നു അമ്മച്ചി. നിന്റെ മോളെ ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. നിനക്കോ നിന്റെ വീട്ടുകാർക്കോ അവളെ എപ്പോൾ വന്നു വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം, അവൾ വരികയാണെങ്കിൽ. അല്ലാതെ ബലം പിടിച്ച് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, എൻ്റെ വീട്ടിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയാണ്. അതുകൊണ്ട് അവളെ സംരക്ഷിക്കേണ്ടത്, അവളുടെ കാര്യങ്ങൾ നോക്കേണ്ട കടമ എനിക്കും ആ വീട്ടിലെ ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അവൾ വരാൻ തയ്യാറാണെങ്കിൽ അവളെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകാം, അമ്മച്ചി പറഞ്ഞു. എൻ്റെ മോളെ കൊണ്ടുപോകാൻ നിന്റെ അനുമതി ഞങ്ങൾക്ക് വേണ്ട റോസി, അവർ പറഞ്ഞു. ആര് പറഞ്ഞു വേണ്ട എന്ന്? ഞാൻ പറഞ്ഞു. അവൾ ഞങ്ങളുടെ അതിഥിയാണ്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും. അവൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പ്രായവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്. അപ്പോൾ അവൾ തീരുമാനിക്കട്ടെ, അമ്മച്ചി പറഞ്ഞു. അവർ ഇടയ്ക്ക് ഗൗരിയെ നോക്കുന്നുണ്ടായിരുന്നു. അത് ഗൗരിയും അമ്മച്ചിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ മാത്രമല്ല, അവരുടെ മരുമക്കളും റോസ്മേരിയുടെ ചേച്ചിയും. അവൾക്ക് ഗൗരിയോട് വല്ലാത്ത അസൂയാണ് തോന്നിയത്. താൻ സ്നേഹിച്ചിരുന്നു സണ്ണിയെ, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും തന്നെ സണ്ണി ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അവനെ സ്വന്തമാക്കാൻ പല വഴികളും ചെയ്തു, പക്ഷേ ഒരിക്കലും അത് സാധിച്ചില്ല. അവൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ ദേഷ്യവും പകയുമായിരുന്നു. പക്ഷേ അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിരുന്നു അവൾ ഒരു ഫ്രോഡാണെന്ന്. അപ്പോഴാണ് ഒരു സമാധാനമായത്. അവനെ തനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടിയായിരുന്നു പിന്നീട്.
പക്ഷെ വീണ്ടും തൻ്റെ കയ്യിൽ നിന്നും പോയി. സണ്ണിയുടെ വിവാഹം കഴിഞ്ഞിട്ടും അവൻ്റെ കണ്ണുകളിൽ അവൻ്റെ ആദ്യ ഭാര്യയോട് തോന്നാത്ത പ്രണയം ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഈ പെണ്ണിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഗൗരിയുടെ മുഖത്തെ ഈ സന്തോഷവും അവളുടെ മുഖത്തെ ചെറിയ പുഞ്ചിരിയും കാണുമ്പോൾ അറിയാം അവർ രണ്ടുപേരും എത്രമാത്രം അടുപ്പത്തിലായി എന്ന്. അതുമാത്രമല്ല, അവൾ ഗൗരിയുടെ കഴുത്തിൽ കാണുന്ന ആ ചുവന്ന് കിടക്കുന്ന പാടുകളിലേക്ക് ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ വല്ലാത്ത നഷ്ടബോധം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നിനക്ക് നിന്റെ മോളെ കാണണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം. വന്ന് കണ്ടിട്ട് പോണം. അല്ലാതെ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനായിട്ട് നീയോ നിന്റെ വീട്ടുകാരോ അങ്ങോട്ട് വരരുത്. വന്നാ അറിയാലോ എൻ്റെ മോനെ, അവൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല, അമ്മച്ചി പറഞ്ഞു. റോസ്മേരിയുടെ ചേച്ചിയുടെ അടുത്തേക്കാണ് പിന്നെ പോയത്. നിനക്കൊന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ വേണ്ട, നിനക്കുള്ളത് സണ്ണി മാറ്റിവെച്ചിരിക്കുകയാണ്. അവൻ്റെ ഭാര്യയെ ഇല്ലാതാക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നീ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശിക്ഷ തരാൻ ഏറ്റവും അർഹതയുള്ളത് അവളെ പ്രാണനെ പോലെ കരുതുന്ന അവളുടെ ഭർത്താവിനാണ്. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ വിടുകയാണ് എന്ന് പറഞ്ഞ് അമ്മച്ചി തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒന്ന് ആഞ്ഞടിച്ചു. വേണ്ടാന്ന് വെച്ചതാ, പക്ഷേ ഇത് തരാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മച്ചി കൈ കുടഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടതും ഗൗരി വേഗം അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മച്ചി? അവൾ ചോദിച്ചു. ഒന്നുമില്ല മോളെ, അവൾ നമ്മുടെ വീട്ടിൽ കയറി കളിക്കാനൊന്ന് നോക്കി. അപ്പോൾ അതിനുള്ളൊരു സമ്മാനം കൊടുത്തതാ അമ്മച്ചി. അമ്മച്ചി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മച്ചി പടികൾ ഇറങ്ങി. അമ്മച്ചി ഗൗരിയെ ചേർത്ത് പിടിച്ച് നടന്നു പോകുന്നത് എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും നല്ല സുന്ദരി പെൺകുട്ടിയാണല്ലേ. അന്യമതത്തിൽ പെട്ടതാണെങ്കിൽ എന്താ, എന്ത് കാര്യമായിട്ടാ റോസി ആ പെൺകൊച്ചിനെ നോക്കുന്നത്? അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ആ കൊച്ചിനെയും സണ്ണിയെയും ഞാൻ ടൗണിൽ വെച്ച് കണ്ടു. അവൻ്റെ മുഖത്തെ സന്തോഷം കാണണമായിരുന്നു. ഇപ്പോഴാണ് ആ കൊച്ചിൻ്റെ മുഖമൊന്ന് തെളിയുന്നത്. അവിടെ നിന്ന് രണ്ട് സ്ത്രീകൾ തമ്മിൽ പറയുന്നത് റോസ്മേരിയുടെ അമ്മച്ചിയും മറ്റും കേട്ടു. അവർ വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അമ്മച്ചിയും ഗൗരിയും വീട്ടിലെത്തുമ്പോൾ കണ്ടു സിറ്റ് ഔട്ടിൽ പത്രവുമായിട്ട് ഇരിക്കുന്ന സണ്ണിയെ. അമ്മച്ചിയുടെ കാറ് വന്ന് നിന്നതും കാറിൽ നിന്നും ഇറങ്ങിയ ഗൗരിയെ കണ്ടതും സണ്ണിയുടെ കണ്ണുകൾ വിടർന്നു. അത്രയും നേരം പത്രത്തിലേക്ക് തലകുനിച്ച് നോക്കി നിന്ന അവൻ പിന്നെ അവളെ തന്നെ നോക്കി നിന്നു. അത് കണ്ടതും ഗൗരിക്ക് ചിരി വന്നു. ആ വായ ഒന്ന് പൂട്ടി വെക്കേണ്ട സണ്ണി, അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഗൗരിയെയും കൊണ്ട് അകത്തേക്ക് കയറി. താൻ ഇവിടെ ഇരുന്നിട്ടും തന്നെ നോക്കാതെ അവളെയും കൊണ്ട് അകത്തേക്ക് പോകുന്ന അമ്മച്ചിയെ കണ്ട് അവൻ വേഗം പത്രം അവിടെ ഇട്ടുകൊണ്ട് എഴുന്നേറ്റു. അമ്പലത്തിൽ പോയതാണോ ഗൗരി? അവൻ പുറകിൽ വന്ന് ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടി വരുമായിരുന്നല്ലോ, സണ്ണി ചോദിച്ചു. അത് അമ്മച്ചി പള്ളി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് കൂടെ പോയതാണ്, അവൾ പറഞ്ഞു. അപ്പോൾ പള്ളിയിലും കൂടി പോയോ? അവൻ ചോദിച്ചു. അതെ, പള്ളിയിലും പോയി. എന്നാൽ പിന്നെ എന്നെ വിളിക്കായിരുന്നില്ലേ? എനിക്കും പള്ളിയിലൊന്ന് പോകണമായിരുന്നു, സണ്ണി പറഞ്ഞു. അത് ഇനി നാളെ ആകട്ടെ, അമ്മച്ചി താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. സണ്ണി, മക്കളെ എഴുന്നേറ്റോ? അമ്മച്ചി ചോദിച്ചു. ഇല്ല, രണ്ടുപേരും നല്ല ഉറക്കാണ്. ഞാൻ വന്ന് നോക്കിയായിരുന്നു, സണ്ണി പറഞ്ഞു. അപ്പോഴും അവൻ്റെ നോട്ടം ഗൗരിയിൽ തന്നെയായിരുന്നു. അത് കണ്ട് അമ്മച്ചി ഒന്ന് ചിരിച്ചു. മോളെ, ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സമയം കുറച്ചായില്ലേ, അമ്മച്ചി പറഞ്ഞു. അവൾ പടികൾ കയറി പോകുന്നത് കണ്ട് സണ്ണി അവളുടെ പുറകെ പോകാൻ പോയതും, മോനെ സണ്ണി, നീ അവിടെ നിന്നേ, അമ്മച്ചി വിളിച്ചതും സണ്ണി അവിടെ തന്നെ നിന്നു. എന്താ അമ്മച്ചി? അവൻ ചോദിച്ചു. നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? മക്കളുടെ അടുത്തിരിക്കുക, അപ്പോഴേക്കും ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ, അമ്മച്ചി പറഞ്ഞു. മക്കളെ ചേട്ടത്തി നോക്കിക്കോളും, ഞാനിപ്പോൾ വരാം, അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും പടികൾ കയറാൻ പോയതും, എടാ കിച്ചണിലാണ് ത്രേസ്യ, അതാ ഇങ്ങോട്ട് വരാത്തത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതല്ലേ? ഞങ്ങൾ പോയപ്പോൾ മുതൽ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ജോലിയൊന്നും തീർന്നു കാണില്ല, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ വേഗം പടികൾ കയറി പോകുന്നത് കണ്ടതും അമ്മച്ചി പൊട്ടിച്ചിരിച്ചു പോയി. അമ്മച്ചിയുടെ ചിരി കണ്ടാണ് ത്രേസ്യ ചേട്ടത്തി അങ്ങോട്ട് വന്നത്. എന്തു പറ്റി? അമ്മച്ചി മുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും അമ്മച്ചിയുടെ അടുത്തേക്ക് വന്ന ചേട്ടത്തി ചോദിച്ചു. ഒന്നുമില്ല, നമ്മുടെ സണ്ണിയുടെ ഓരോ കാര്യങ്ങളോർത്ത് ചിരിച്ചതാണ്.
ഇപ്പോഴാണ് അവൻ ഇത്രയും സന്തോഷിച്ച് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുകയാണ്. അമ്മച്ചി പറഞ്ഞു. അത് സത്യമാണ്. 1.5 വർഷക്കാലം നമ്മുടെ മോൻ ചിരിച്ച് സന്തോഷിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഗൗരി മോള് എന്ന് ഈ വീട്ടിലേക്ക് വന്നോ അന്ന് മുതൽ ഈ വീടിൻ്റെ സന്തോഷവും എല്ലാം തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നു. എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ്. ഈ വീടിന് പോലും വല്ലാത്ത സന്തോഷമുള്ളതുപോലെ തോന്നുന്നു. നല്ല മാറ്റങ്ങളാണ് അവൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ എല്ലാം എടുത്തു വയ്ക്കാം, അവർ പറഞ്ഞു. ഇപ്പോൾ എല്ലാം എടുത്തു വയ്ക്കണ്ട, അവരിപ്പോൾ താഴേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അല്ല, നമ്മുടെ റോസ്മേരി എഴുന്നേറ്റില്ലേ? അമ്മച്ചി ചോദിച്ചു. എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളാരും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കിടക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് എന്തായാലും കഴിക്കണം, അമ്മച്ചി പറഞ്ഞു. എന്നാൽ ചെന്ന് അമ്മച്ചി വേഷം മാറിയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് ചേട്ടത്തി കിച്ചണിലേക്ക് പോയി. ഗൗരി റൂമിൽ ചെന്ന് ബെഡ് കുടഞ്ഞ് വിരിച്ച് നിൽക്കുമ്പോഴാണ് സണ്ണി അവൾക്കടുത്തേക്ക് ചെല്ലുന്നത്. അവൻ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. കുനിഞ്ഞു നിന്ന് ബെഡ്ഷീറ്റ് നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന അവളുടെ പുറകിലൂടെ അവൻ എടുത്ത് അവളെ ഉയർത്തി. പെട്ടെന്ന് ഗൗരി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളിലും ഒരു പുഞ്ചിരിയായിരുന്നു. അവൻ പുറകിലൂടെ എടുത്ത് ഉയർത്തി അവളെയും കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കണ്ണാടിയിലൂടെ അവളെ നോക്കി. പുറകിലൂടെ അവൻ നിന്നുകൊണ്ട് അവളുടെ തോളിൽ താടി വെച്ചു. എന്ത് ഭംഗിയാണെന്നറിയോ എൻ്റെ ഹിന്ദു കൊച്ചിനെ കാണാൻ. ഞാൻ ഇതുപോലെ കണ്ടിരിക്കുന്നത് എപ്പോഴാണെന്നോ? ഞാൻ നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതുപോലെ അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, അവൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് നിൽക്കായിരുന്നു. ഒരിക്കൽ ഉത്സവത്തിൻ്റെ അന്ന്, നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് താലം എടുത്തുകൊണ്ട് നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്, സണ്ണി പറഞ്ഞു. ഗൗരി അത്ഭുതത്തോടെ അവൻ പറയുന്നത് കേട്ട് നിൽക്കായിരുന്നു. അന്ന് കൂട്ടുകാരുടെ ഒപ്പം അവിടെയുള്ള കടകളിലെല്ലാം കയറി ഇറങ്ങി കുപ്പിവളകൾ വാങ്ങുന്നതും അതെല്ലാം ഇട്ടു നോക്കുന്നതും എല്ലാം ഞാൻ കണ്ടു. നിന്റെ കൂടെ തന്നെ പുറകെ തന്നെ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ? നമ്മളെ നോക്കോ? നമ്മളെന്നല്ല, ആൺപിള്ളേരെ ആരെയും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 3 ദിവസം നീണ്ടു നിന്ന ഉത്സവത്തിൻ്റെ ആ 3 ദിവസവും നിന്റെ പുറകിൽ ഞാനുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം പട്ടുപാവാട ഉടുത്തിട്ടായിരുന്നു, പിറ്റേ ദിവസം ദാവണി ഉടുത്തിട്ടും, 3-ാം ദിവസം സെറ്റുമുണ്ട് ഉടുത്തും. ദേ ഇതുപോലെ സെറ്റുമുണ്ടെടുത്ത്, ഇതുപോലത്തെ തന്നെ സെറ്റുമുണ്ടെടുത്താണ് ഞാൻ നിന്നെ അന്ന് കണ്ടത്. 2 കൈ നിറയെ ചുവപ്പും പച്ചയും വരുന്ന കുപ്പിവളകളായിരുന്നു നീ ഇട്ടത്. പിന്നെ താലമെടുത്ത് നീ നടന്നപ്പോൾ നിന്റെ സൈഡിലായി ഞാനുണ്ടായിരുന്നു, നിന്നെ നോക്കിക്കൊണ്ട്. പക്ഷേ എവിടെ? കൂട്ടുകാരുടെ ഒപ്പം നിന്ന് ഭയങ്കര സംസാരമായിരുന്നു. പിന്നെ ഒരു ആശ്വാസം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളെ ഒന്നും വായി നോക്കുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളെ വായി നോക്കുമ്പോൾ എൻ്റെ പെങ്കുച്ച് ഭയങ്കര സംസാരത്തിലായിരുന്നു. കോൺ ഐസ്ക്രീം, കുൽഫി, അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചുകൊണ്ട് നടക്കുമ്പോഴും ഒരു കയ്യകലം വിട്ട് ഞാനുണ്ടായിരുന്നു കൂടെ. അന്നെല്ലാം എൻ്റെയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വേഷത്തിൽ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒത്തിരി ആഗ്രഹിച്ച നിമിഷമാണിത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവിടെ നിന്നും കണ്ണുകൾ അവളുടെ കുങ്കുമം കൊണ്ട് നിറഞ്ഞ സീമന്തരേഖയിലേക്ക് പോയി. പിന്നെ കരിമഷി എഴുതി പടർന്നു കിടക്കുന്ന ആ കറുത്ത കണ്ണുകളിലേക്ക് അവൻ നോക്കി. പിന്നെ അവൻ്റെ കണ്ണുകൾ ചെന്നത് ഇളം റോസ് നിറത്തിലുള്ള അവളുടെ ചുണ്ടുകളിലേക്കാണ്. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുക്കാൻ പോയപ്പോഴാണ് അവൾ ഡോറ് തുറന്ന് അവിടെ നിൽക്കുന്ന റോസ്മേരിയെ കണ്ടത്. പെട്ടെന്ന് ഗൗരി സണ്ണിയുടെ ചുണ്ടുകൾക്ക് മേൽ കൈകൾ കൊണ്ട് തടഞ്ഞു. അവൻ എന്താണെന്നുള്ള രീതിയിൽ അവളെ നോക്കിയപ്പോൾ അവൾ കണ്ണുകൾ കൊണ്ട് പിന്നിലേക്ക് കാണിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ണുകൾ അടച്ചു നിൽക്കുന്ന റോസ്മേരിയെ കണ്ടത്. ഈ കുരിപ്പ് ഇങ്ങോട്ട് എന്തിനാ വന്നത്? അവൻ പതിയെ പറഞ്ഞു. അത് കേട്ട ഗൗരിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എനിക്ക് കണ്ണ് തുറക്കാവോ? അവൾ ചോദിച്ചു. അത് ചോദിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നത്? സണ്ണി ചോദിച്ചു. അയ്യോ, ഞാൻ അതിനല്ല വന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കാം. അവിടെ അമ്മച്ചിയും ചേട്ടത്തിയും എല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോഴാ പറഞ്ഞത് നിങ്ങളിങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ മക്കള് കിടന്നുറങ്ങുകയാണ്. വേഗം വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അമ്മച്ചി. അതുകൊണ്ട് വിളിക്കാൻ വന്നതാ ഞാൻ. പക്ഷേ വരേണ്ടായിരുന്നു അല്ലേ സണ്ണിച്ചായ? റോസ്മേരി ചോദിച്ചു.
നിനക്ക് മനസ്സിലായപ്പോഴെങ്കിലും മിണ്ടാതെ പോകാറുന്നില്ലേടി? സണ്ണി ചോദിച്ചു. അതെ, പോകാൻ വേണ്ടി തിരിഞ്ഞതാ. അപ്പോഴാ ഞാൻ ഗൗരി ചേച്ചിയെ കാണുന്നത്. നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ അത് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. റോസ്മേരി പറഞ്ഞു. പറഞ്ഞല്ലോ, എന്നാ പിന്നെ പോകാൻ നോക്ക്, അവൻ പറഞ്ഞു. എന്നാലും ചേച്ചി, അവൾ വേഗം ഗൗരിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും, നീ എങ്ങോട്ടാ ഇങ്ങോട്ട് വരുന്നത്? പുറത്തേക്ക് പോയെൻ്റെ കൊച്ചേ, സണ്ണി പറഞ്ഞു. എൻ്റെ സണ്ണിച്ചാ, ഒന്ന് അടങ്ങി നിൽക്ക്, അവൾ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. കുറച്ച് ലേറ്റായി ഈ സ്റ്റോറിന്ന് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, സമയം കിട്ടുന്നത് പോലെ ചെയ്യുന്നത്. ഇത് മുന്നേ വന്ന കഥയല്ല, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.